അദ്വൈത സത്യത്തെ പിന്തുടരുന്നയാളാണ്. വിപ്ലവകാരിയാക്കുന്നത് ഗുരുവിനെ ചെറുതാക്കുന്നതിന് തുല്യമാണെന്നും വിമർശനമുണ്ട്. നമുക്ക് എന്താണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതെന്ന് കേൾക്കാം. ജാതി മത ചിന്താഗതിക്ക് അതീതമായി എല്ലാ സംസ്കാരത്തെയും എല്ലാ ജനതയെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അദ്വൈത സത്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഗുരു അതിൻ്റെ ഭാഗമാണ്. ഗുരുവിൻ്റെ ജീവിതത്തിലെ ചെറിയ ഏതെങ്കിലും ഭാഗങ്ങൾ വെച്ചുകൊണ്ടുള്ള വിമർശനപരതയാണ് പലയിടത്തും കാണുന്നത്. വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരു പരമദൈവമാണ്. ശിവഗിരിയിലെ ഈ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് ശ്രീനാരായണ ഗുരു എന്നുള്ള പരമദൈവത്തെ ആരാധിക്കാനാണ്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയോ സാമൂഹ്യ വിപ്ലവകാരിയുടെയോ കുടീരം കാണാനല്ല ഇവിടെ ഈ ജനലക്ഷങ്ങൾ എത്തുന്നത്. ശ്രീനാരായണ ഗുരു ഇതെല്ലാമാണ്. അവതാര പുരുഷനാണ്, പ്രവാചകനാണ്, സിദ്ധനാണ്, ബുദ്ധനാണ്, ഇതെല്ലാമാണ്. ഗുരു ജനകോടികൾക്ക് പ്രത്യക്ഷ ദൈവമാണ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ അങ്ങനെയാണ്. ആ ഈശ്വര സത്യത്തിൽ നിന്നും ഗുരുവിനെ അന്യമായി ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണെന്ന് പറയുന്ന ഗുരുദേവനെ ചെറുതായി കാണിക്കുന്നതാണ്. നമുക്കൊപ്പം റിനു സീതർ ചേരുന്നുണ്ട്. റിനു സീതർ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതനുസരിച്ച് ശ്രീനാരായണ ഗുരു ഒരു വിപ്ലവ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ കാണുന്നത് ചെറുതാക്കലാണ്. അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ മാത്രം വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ദൈവമായി തന്നെ കാണാനാണ് ആളുകൾ ശിവഗിരിയിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നതോടുകൂടി സനാതനധർമ്മവുമായി ശ്രീനാരായണ ഗുരു ചേർന്ന് നിൽക്കുന്നു എന്നാണ് സ്വാമി സച്ചിദാനന്ദൻ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ വേറിട്ടൊരു അഭിപ്രായമാണുള്ളത്. ശ്രീനാരായണീയ പഠനം നടത്തുന്ന പലരും പറയുന്നതും സ്വാമിയെ സനാതനധർമ്മത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സ്വാമി സച്ചിദാനന്ദയ്ക്കും മുഖ്യമന്ത്രിക്കും രണ്ട് നിലപാടാണോ ഉള്ളത്? റിനു ശ്രീധർ. തീർച്ചയായും അരുൺകുമാർ, കാരണം സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ശിവഗിരി മഠത്തിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ വക്താവാക്കി കെട്ടാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായും ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദ പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു ഒരു വിപ്ലവകാരിയോ സാമൂഹിക പരിഷ്കർത്താവോ അല്ല. അത് ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ 10% മാത്രം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം എന്നുള്ളത്. അതായത് മഹാത്മാഗാന്ധിയെ വേണമെങ്കിൽ നമുക്കൊരു വക്കീലെന്ന് വിളിക്കാം. കാര്യം അദ്ദേഹം അത്തരം ഒരു ജോലി ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെ വിളിക്കാം. അത് അങ്ങനെയാണെങ്കിൽ ഒരു 10% പ്രവർത്തനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ഒരു വിപ്ലവകാരിയോ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവായോ ഉൾപ്പെടുത്താം എന്നുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും അദ്ദേഹം സനാതന ധർമ്മത്തിൻ്റെ വക്താവല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. വക്താവാണ് എന്നുള്ള ഉറച്ച ഒരു മറുപടി തന്നെയാണ്. അതായത് വർക്കല ശിവഗിരിയിലെ അദ്ദേഹത്തിൻ്റെ സമാധി കുടീരം കാണാൻ വരുന്നത് അതൊരു വിപ്ലവകാരിയുടെയോ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവിൻ്റെയോ കുടീരമായിട്ടല്ല, അതൊരു ദൈവം ആയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് സച്ചിദാനന്ദ സ്വാമി പറയുന്നത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതിന് കൃത്യം വിപരീതമായിട്ടുള്ള ചില മറുപടികൾ മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ട് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. ഇന്നലെ റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു മറുപടി പറഞ്ഞത്. അതായത് ഗുരു സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്, ഗുരു പരമദൈവമാണ്, ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ്, ഗുരു അദ്വൈത സത്യത്തെ പിന്തുടരുന്ന ആളാണ് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വിപ്ലവകാരിയല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളതും പറയുന്നു. ചാതുർവർണ്ണയവും അന്ധവിശ്വാസവും എല്ലാം സനാതനധർമ്മത്തിൽ വന്നു ചേർന്നത് മാത്രമാണ്. സനാതനധർമ്മം ഭാരത സംസ്കാരമാണെന്നും സ്വാമി പറയുന്നുണ്ട്. ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി വലിയ രീതിയിൽ പറഞ്ഞത്. ഇത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. വി മുരളീധരൻ ഇത്തരത്തിൽ സനാതനധർമ്മത്തിൻ്റെ വക്താവാണ് എന്നുള്ള തരത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ഈ സമ്മേളന നഗരിയിൽ വെച്ച് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി വന്നത്. അതിനുശേഷം വി മുരളീധരനും മുഖ്യമന്ത്രിക്കെതിരെ പല രീതിയിലുള്ള വിമർശനവുമായി രംഗത്ത് എത്തിയിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രചരിപ്പിക്കുവാനുള്ള ഒരു ഇടമായി ശിവഗിരി മഠത്തെ മാറ്റി എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് വി മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ഷർട്ട് ഇടൽ വിവാദം വന്നതിന് തൊട്ടു പിന്നാലെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സനാതനധർമ്മ വിവാദവും രംഗത്ത് എത്തിയത്. ഓക്കെ, താങ്ക് യു. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. സനാതനധർമ്മം ആയിട്ട് ഹിന്ദുമതത്തെ കാണാൻ കഴിയുമോ എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. ഒരു കാലഘട്ടം വരെ ബുദ്ധമതവും സനാതനധർമ്മമായിട്ട് അല്ലെങ്കിൽ സനാതനിസ്റ്റുകളായിട്ട് അവകാശപ്പെട്ടിരുന്നു. ശ്രീനാരായണ ഗുരു മറ്റൊരർത്ഥത്തിലാണ് സനാതനത്തെ നിർവചിച്ചതെന്ന് ചില പഠനങ്ങൾ പറയുന്നു. എന്തായാലും ശ്രീനാരായണ ഗുരു സനാതനധർമ്മവുമായി ചേർന്നു പോകുമെന്നതാണ് സ്വാമി സച്ചിദാനന്ദയുടെ നിലപാട്. മാത്രവുമല്ല, ഗുരുവിനെ വെറും സാമൂഹ്യ പരിഷ്കർത്താവായിട്ടും ഒരു വിപ്ലവകാരിയായിട്ടും മാത്രം കണക്കാക്കരുത്, ദൈവമായി കണക്കാക്കണം എന്ന നിലപാടാണ് SNDPക്ക് ഉള്ളത് എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്.
ശിവഗിരി മഠത്തിൻ്റെ അഭിപ്രായമായി തന്നെ നമുക്കിത് കണക്കിലാക്കേണ്ടി വരും. എന്തുതന്നെയാണെങ്കിലും അനുകമ്പാ ദശകത്തിലൂടെ ശ്രീനാരായണ ഗുരു പറഞ്ഞത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായാൽ മതി. ദൈവമാണെങ്കിലും വിപ്ലവകാരിയാണെങ്കിലും എന്താണ് പറഞ്ഞത്? ഒരു പീഡ എറുമ്പിനും നൽകരുതെന്നുള്ളിൽ, അല്ലേ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും എന്നുള്ളതാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ആ അനുകമ്പ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവമാണെങ്കിൽ ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കാതിരിക്കുക. ഒരു എറുമ്പിന് പോലും പീഡയുണ്ടാവുമ്പോൾ നിങ്ങളുടെ മനസ്സ് പിടയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീനാരായണീയനാണ് എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് ആരെയും പറഞ്ഞു വേദനിപ്പിക്കാനോ കുത്തി വേദനിപ്പിക്കാനോ അടിച്ചു വേദനിപ്പിക്കാനോ ഉള്ള ഒരു താല്പര്യം തോന്നാൻ പാടില്ല ഒരു ശ്രീനാരായണീയർക്കും. അതൊരു മതമാണെങ്കിൽ അങ്ങനെ, അതല്ല വിപ്ലവ പ്രസ്ഥാനമാണെങ്കിൽ അങ്ങനെ. പ്രിയപ്പെട്ടവരെ,